ഹായ്, ചോദ്യം വായിക്കാം. എ ആൻഡ് ബി, എക്കും ബിക്കും കൂടി ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കാം. ബിക്കും സിക്കും കൂടി ജോലി 16 ദിവസം കൊണ്ട് തീർക്കാനേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എഫിഷ്യൻസി ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെ LCM ആയിരിക്കും. 16ന്റെയും 12ന്റെയും LCM എന്ന് പറയുന്നത് 48ആണ്. ലാസാഗു 48. അങ്ങനെയാണെങ്കിൽ എ ബി 12 48 അവൻ ഇൻറ്റു 4. അപ്പൊ എ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4, കഴിവ് 4ആണ്. ബി 16 ഇൻറ്റു 3 48. അപ്പൊ ബി സിയുടെ എഫിഷ്യൻസി, ബി സിയുടെ കഴിവ് എന്ന് പറയുന്നത് 3ആണ്. അത് കിട്ടി. ഇനി അവർ പറഞ്ഞേക്കണത് എ 5 ദിവസം വർക്ക് ചെയ്തു, 5 ദിവസം എ വർക്ക് ചെയ്തു, പ്ലസ് 7 ദിവസം ബി വർക്ക് ചെയ്തു, പ്ലസ് 13 ദിവസം സി വർക്ക് ചെയ്തു. അങ്ങനെ ആ പണി തീർത്തു. ടോട്ടൽ എത്രയാ? 48. അവിടുത്തെ ടോട്ടൽ വർക്ക് 48ആണ്. ആ പണി തീർത്തു. അങ്ങനെയാണെങ്കിൽ സി ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിക്കണേ. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മൾ ചെയ്യുന്നത് എത്ര ഉള്ളൂ? 5A പ്ലസ് 7B നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ 5B പ്ലസ് 2B എന്നാക്കുന്നു. 5 പ്ലസ് 2 7 തന്നെ. പ്ലസ് 13C നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 2C പ്ലസ് 11C അങ്ങനെ എഴുതുന്നു. സീക്വൽ ടു 48, 48. ഇനി നോക്കി 5A പ്ലസ് 5B ഒരുമിച്ചാക്കുന്നു. 2B പ്ലസ് 2C ഒരുമിച്ചാക്കുന്നു. എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ 12, എയും ബിയും. എ പ്ലസ് ബി ആണ് അവിടെ. എയും ബിയും 12. 5A പ്ലസ് 5B എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 12 60 കിട്ടും. 60 അല്ല, സോറി. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി ആണ് 4. അപ്പോ 5A പ്ലസ് ബി എന്ന് പറയുമ്പോ അവിടെ 5 ഇൻറ്റു 4 20. അവിടെ 20 പ്ലസ് 2 എ ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2B പ്ലസ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3 6 പ്ലസ് 11C സീക്വൽ ടു 48, 48 കിട്ടും. 20 അങ്ങോട്ട് പോട്ടെ, 20 പ്ലസ് 6 26 അങ്ങോട്ട് പോകുമ്പോ 11C സീക്വൽ ടു 22 എന്ന് കിട്ടും. സി എത്രയാന്ന് നമുക്ക് കിട്ടും. സി എന്ന് പറയുന്നത് സിയുടെ എഫിഷ്യൻസി കിട്ടി 2. ടോട്ടൽ 48 ദിവസം 48 പണിയുണ്ട്. അതില് സിയുടെ എഫിഷ്യൻസി 2ആണ്. അപ്പൊ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 24 ദിവസം കൊണ്ടാണ് സി ആ പണി തീർക്കുക. ഓക്കെ അല്ലേ?